ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. 2020 ലോക കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് മുംബൈയിൽ വൈകാരിക വരവേൽപ്പ്. നരിമാൻ പോയിന്റ് മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെ ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി വിക്ടറി പരേഡ്. ടീമിന് അഭിവാദ്യം അർപ്പിക്കാൻ കനത്ത മഴയെ അവഗണിച്ച് ആരാധകർ മുംബൈയുടെ തെരുവീതിയിലേക്ക് ഒഴുകിയെത്തി. വാങ്കഡെ സ്റ്റേഡിയത്തിൽ രോഹിത് ശർമ്മയ്ക്കും കൂട്ടർക്കും BCCIയുടെ ആദരം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അനിൽ, ഈ വിക്ടറി പരേഡ് ഇനിയും വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ കരുതിയതിനൊക്കെ അപ്പുറത്തേക്ക് കൂടുതൽ സമയം വേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് അത്രയും വൈകുന്നതെന്ന് നമുക്കറിയാം. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് മുംബൈയുടെ തെരുവീതിയിൽ ഇന്ന് ഈ വൈകുന്നേരം അണിനിരന്നിരിക്കുന്നത്. അവർക്കിടയിലൂടെ വേണം ഈ താരങ്ങൾക്ക് സ്റ്റേഡിയത്തിലേക്ക് എത്താൻ. അവരുടെയൊക്കെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി വേണം യാത്ര. അപ്പോൾ സ്വാഭാവികമായും വൈകും. എന്താണ് അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്? വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ വളരെ വൈകിയാണ് ഈ വിക്ടറി പരേഡ് തുടങ്ങാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യ റിപ്പോർട്ടുകൾ പ്രകാരം 5 മണിക്ക് ഈ വിക്ടറി പരേഡ് തുടങ്ങുമെന്നായിരുന്നു. പക്ഷേ അതിനേക്കാൾ അപ്പുറം സമയം പോയി. ഏതാണ്ട് ഒരു 2.5 മണിക്കൂറിലധികം സമയം കഴിഞ്ഞ ശേഷമാണ്, 7:30-ക്ക് ശേഷമാണ് ഈ വിക്ടറി പരേഡ് തുടങ്ങാൻ തന്നെ സാധിച്ചത്. ഇപ്പോൾ വിക്ടറി പരേഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടീം നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക്, ചരിത്രമുറങ്ങുന്ന വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് ടീം പോവുകയാണ്. ദൃശ്യങ്ങളിൽ കാണാൻ താരങ്ങൾ വലിയ ആഹ്ലാദത്തിലാണ്, ആഘോഷത്തിലാണ്. ഒപ്പം തന്നെ അതിനൊപ്പം അണിനിരന്ന നമ്മുടെ ആരാധകരെയും കാണാൻ സാധിക്കും. മണിക്കൂറുകളായി അവർ കാത്തു നിൽക്കുകയാണ് ആയിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ മറൈൻ ഡ്രൈവിലും മുംബൈയുടെ പല മേഖലകളിലുമായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, മുംബൈയിലെയോ മഹാരാഷ്ട്രയിലെയോ ആളുകൾ മാത്രമല്ല പല മേഖലകളിൽ നിന്ന് ട്രെയിനിലും മറ്റു മാർഗങ്ങളിലൊക്കെ തന്നെ വന്ന് തങ്ങളുടെ പ്രിയ താരങ്ങളെ, രാജ്യത്തിൻ്റെ വീരന്മാരെ കാണാനെത്തിയ അവരെ കാണാനുള്ളൊരു തിരക്കായിരുന്നു. അങ്ങനെ വന്ന് കാത്തുനിന്നിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ ആ സ്നേഹാദരങ്ങളിലേക്ക് നമ്മുടെ ടീമും ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടു. ഇന്ന് പുലർച്ചെയാണ് ടീം ഇന്ത്യ ദില്ലിയിൽ വിമാനമിറങ്ങിയത്. നേരത്തെ 1-ാം തീയതി എത്തുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ബാർബഡോസിൽ ആഞ്ഞടിച്ച ബെറിൽ ചുഴലിക്കാറ്റ് ഇന്ത്യയുടെ യാത്ര അല്പം ദിവസങ്ങളിലേക്കെങ്കിലും മുടക്കി. 3 ദിവസത്തിന് ശേഷമാണ് ഇന്ത്യക്ക് നമ്മുടെ രാജ്യത്ത് തിരിച്ചെത്താൻ സാധിച്ചത്. ഇന്ന് രാവിലെ 6 മണിക്ക് ഡൽഹി വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയത് മുതൽ വലിയ സ്നേഹോഷ്മളമായ വരവേൽപ്പാണ് ഇന്ത്യൻ ടീമിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുലർകാലത്ത് ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്തതിന് അപ്പുറത്ത് ആളുകൾ അവിടെ എത്തി. ഒപ്പം തന്നെ മൗര്യ ഹോട്ടലിലെയും ഒക്കെ തന്നെ ധാരാളം ആരാധകർ കാത്തു നിൽക്കുന്നു കണ്ടു. അതിനുശേഷമാണ് ഇന്ത്യൻ ടീം പ്രധാനമന്ത്രിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയത്. പ്രധാനമന്ത്രിക്കൊപ്പം ഒരു പ്രഭാത ഭക്ഷണം കഴിച്ചു. അതിനുശേഷമൊക്കെ തന്നെയാണ് മുംബൈയിലേക്ക് ടീം തിരിക്കുന്നത്. ഉച്ചയ്ക്കൊരു ടീം മുംബൈയിലെത്തിയ ശേഷം 5 മണിക്ക് വിക്ടറി പരേഡ് തുടങ്ങുമെന്നായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ വളരെ വൈകിയ ശേഷമാണ് പരേഡ് തുടങ്ങാനായത്. ഇപ്പോൾ പരേഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയ താരങ്ങളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ബുംറ, ഹാർദിക് പാണ്ഡ്യ മുൻനിരയിൽ തന്നെ. യശസ്വി ജയ്സ്വാൾ ലോകകപ്പിൽ ഒറ്റ മത്സരം പോലും കളിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ടീമിൻ്റെ ഭാഗമായിരുന്നു യശസ്വി ജയ്സ്വാൾ. ആ ആഹ്ലാദത്തിൽ ഒരുപക്ഷെ ഒരു യുവതാരം എന്ന തരത്തിൽ ജയ്സ്വാളിൻ്റെ സന്തോഷം നമുക്ക് വളരെയധികം കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഇപ്പോൾ അക്സർ പട്ടേൽ, അദ്ദേഹമാണ് കിരീടം ഉയർത്തുന്നത് കാണുന്നത്. ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം അല്പസമയം മുമ്പാണ് നമ്മൾ കണ്ടത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്ന ആരാധകർക്ക് മുന്നിലേക്ക് ആ ട്രോഫി എടുത്തുയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിനേക്കാൾ മനോഹരമായ ഒരു ദൃശ്യം സമീപകാലത്ത് ഒന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ സഹതാരങ്ങളായി 15 വർഷത്തിലധികമായി ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്നവരാണ് ഇന്ത്യൻ ടീമിൻ്റെ പല ഫോർമാറ്റുകളിൽ. പക്ഷേ ഇരുവർക്കുമിടയിൽ ധാരാളം വൈര്യമുണ്ടെന്നും അല്ലെങ്കിൽ ഒത്തുപോകുന്നില്ലെന്ന തരത്തിലും ഒക്കെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ രാജ്യം എന്ന കാര്യം വന്നപ്പോൾ, ടീം എന്ന കാര്യം വന്നപ്പോൾ ഇരുവരും ഒറ്റ മനസ്സോടെ ടീമിനായി പൊരുതുന്ന കാഴ്ച കണ്ടു. രോഹിത് വീഴുമ്പോഴും കോഹ്ലി പിടിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടു. കോഹ്ലി വീണപ്പോഴും രോഹിത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു. ഒരുപക്ഷെ പരസ്പരം പിന്തുണയ്ക്കുന്നതിൽ ഈ താരങ്ങൾ പരസ്പരം കാഴ്ചവെച്ച ആ ഒരു സാഹോദര്യം ആണ് ഒരുപക്ഷെ ഏറ്റവും ഈ ഇന്ത്യൻ ലോകകപ്പ് വിജയത്തിൽ മധുരകരമായ ഒരു കാഴ്ചയുണ്ടായിരുന്നു. ആ 2 താരങ്ങൾ ചേർന്ന ലോകകപ്പ് ട്രോഫി എടുത്തുയർത്തുന്ന കാഴ്ച അത്രമേൽ മനോഹരമായിരുന്നു. എന്തായാലും മുംബൈയിൽ ഒരു ഘട്ടത്തിൽ ആരാധകർ മുംബൈ ഇന്ത്യൻസിനായി കളിക്കുമ്പോൾ കുക്കി വിളിച്ച ഹാർദിക് പാണ്ഡ്യയെ ഇപ്പോൾ ആഹ്ലാദത്തോടെ വരവേൽക്കുന്ന മുംബൈക്കാരെയും മുംബൈയിലെ ആരാധകരെയും കാണുന്ന കാഴ്ച. രാത്രി വളരെ വൈകിയിരിക്കുന്നു, മഴ പെയ്യുന്നുണ്ട്.
കാലാവസ്ഥ ഒട്ടും തന്നെ മോശമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആരാധകർ അതൊന്നും വകവെക്കാതെ ടീമിനുള്ള സ്നേഹാദരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ടീമും അതിൽ അലിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇനിയും എത്ര നിമിഷം കൂടി അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾ കൂടി ഈ വിക്ടറി പരേഡ് തുടരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. എന്തായാലും ടീം വാങ്കഡയിലേക്ക് പോകും. അവിടെ ചുരുങ്ങിയ സമയം കൊണ്ടൊരു ചടങ്ങുണ്ടാവും. ആ ചടങ്ങിൽ വെച്ചാണ് ഇന്ത്യൻ ടീമിന് പ്രഖ്യാപിച്ച 125 കോടി രൂപ പാരിതോഷികം BCCI നൽകുക. എന്തായാലും ആ ചടങ്ങ് കൂടി പൂർത്തിയാകുമ്പോൾ ഇന്ത്യയുടെ ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിന് അല്ലെങ്കിൽ വരവേൽപ്പിന് ഔദ്യോഗികമായി സമാപനമാവും. എന്നിരുന്നാൽ പോലും ഇന്ത്യയുടെ ആരാധകരുടെ ആഘോഷങ്ങൾ ഇവിടെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. വിജയകുമാർ. യെസ്, പ്രതീക്ഷിച്ചതിലൊക്കെ വളരെ വൈകിയാണ് ആ വിക്ടറി പരേഡ് നീങ്ങുന്നത്. നേരത്തെ മുംബൈ പോലീസ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, കൂടുതൽ ആളുകൾ ഇനി മറൈൻ ഡ്രൈവിലേക്ക് എത്തരുത്, കാരണം അവിടെ ആളുകൾ തിങ്ങി ഞെരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ അതീവ സുരക്ഷ പോലീസ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്കിടയിലൂടെ വളരെ സാവധാനമാണ് താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ആ വലിയ ബസ് ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് എത്താൻ ഇനിയും കൂടുതൽ സമയമെടുക്കും എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ വിലയിരുത്തുന്നത്. അനിൽ, ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. രോഹിത് ശർമ്മയുടെ ഹോം ഗ്രൗണ്ടിലേക്കാണ് യാത്ര. രോഹിത്തിനെ സംബന്ധിച്ച് 2020 ഫോമാറ്റിൽ നിന്ന് വിരമിക്കുകയാണ്. കോഹ്ലി വിരമിക്കുകയാണ്. ദ്രാവിഡ് പരിശീലക സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു തലമുറ 2020 എന്ന ഫോമാറ്റിൽ നിന്ന് മാറുന്നു എന്നത്, ജഡേജ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തലമുറ മാറുകയാണ്. പുതിയൊരു തലമുറ 2020 ഒരു തലമുറ മാറ്റം സംഭവിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ. അതിനൊക്കെ സാക്ഷിയാവുകയാണ് വാങ്കഡെ സ്റ്റേഡിയം. അപ്പോൾ ഒരു കപ്പ് ഉയർത്തി ഒരു വിടവാങ്ങൽ എന്നത് വളരെ വൈകാരികമാണ് രോഹിത് ശർമ്മയും കോഹ്ലിയും ഒക്കെ സംബന്ധിച്ച്. പ്രത്യേകിച്ചും കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ എക്കാലത്തെയും ജനപ്രിയ താരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുഖമായിരുന്നു അവരൊരു കപ്പെടുത്ത് വിടവാങ്ങുന്നു എന്നത് പ്രത്യേകതയാണ്. ഇപ്പോൾ സ്റ്റേഡിയത്തിനകത്ത് ആ റോഡ് ഷോ എത്തുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നു. അപ്പോൾ ഈ നിമിഷം, അതായത് അനിൽ, നമുക്കതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഈ താരങ്ങളുടെ വിടവാങ്ങൽ എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടതുണ്ടല്ലോ. ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഒരു യുഗാന്ത്യം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു യുഗാന്ത്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ലോകകപ്പ് വിജയത്തിൻ്റെ സന്തോഷത്തിലും ഇടയിലും ആരാധകർക്ക് ചെറിയ തരത്തിലെങ്കിലും സങ്കടമുണ്ടായത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒപ്പം തന്നെ രവീന്ദ്ര ജഡേജയും 2020 ക്രിക്കറ്റിൽ ഇനി കളിക്കില്ല എന്നുള്ള അവരുടെ പ്രഖ്യാപനമായിരുന്നു. അത് വലിയ രീതിയിൽ ആരാധകർക്ക് സങ്കടമുണ്ടാക്കുന്നതായിരുന്നു. ഒരുപക്ഷെ ഇരു താരങ്ങളും IPL-ലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിനൊപ്പവും 2020 ഫോർമാറ്റിലും കളിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകരുണ്ടായിരുന്നത്. പക്ഷേ അവർക്കൊരു മനോഹരമായ കരിയർ എൻഡിങ് തന്നെയാണ് ഈ 2020 ക്രിക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. രോഹിത് ശർമ്മയ്ക്ക് 37 വയസ്സായി, 2 വയസ്സ് പുറകിലായി, 1 വയസ്സ് പുറകിലായി വിരാട് കോഹ്ലിയുമുണ്ട്. ഇരുവരും പുതുതലമുറയിലെ താരങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അവരുടെ അവസാന മത്സരം ഒരുപക്ഷെ കിരീടത്തോടെ എന്നുള്ളത് വളരെ മധുരകരമായ ഒരു കാര്യമാണ്. കാരണം ഇരുവരും ഒരു കിരീടത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ധാരാളം നാളുകളായി. 2007 ഇന്ത്യ ആദ്യമായി ലോകകപ്പ് നേടുമ്പോൾ അതിൽ രോഹിത് ശർമ്മയുണ്ടായിരുന്നു, ആ ടീമിൽ രോഹിത് ശർമ്മയുണ്ടായിരുന്നു. 2011 ഏകദിന ലോകകപ്പ് വിജയത്തിൽ വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു. പക്ഷേ ആ രണ്ട് ഘട്ടത്തിലും ടീമിലെ ബേബീസ് അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളായിരുന്നു ഇരുവരും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒരു ടീമിനെ എടുത്തുയർത്തി അവർ സ്വന്തമായി ടീമിനെ മുന്നോട്ട് നയിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ടീമിനൊരു കിരീടം നേടിക്കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അവരുടെ അവസാന മത്സരത്തിൽ 2020 അവസാന മത്സരത്തിൽ അവരങ്ങനെ അത് സാധിച്ചുകൊണ്ടാണ് മടങ്ങുന്നത്. എന്തായാലും രാഹുൽ ദ്രാവിഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വൈകാരികമായ ഒരു നിമിഷമാണ്. കാരണം കളിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ലോക കിരീടം നേടാൻ സാധിച്ചിട്ടില്ല. 2007 അദ്ദേഹത്തിന് കീഴിലാണ് ടീം ഇന്ത്യ ലോകകപ്പ് കളിക്കാൻ ഇറങ്ങിയത്. അതിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. അതിന് തൊട്ട് മുന്നേയുള്ള ലോകകപ്പിൽ 2003 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിലെത്തി കീഴടങ്ങി. അങ്ങനെ വലിയ രീതിയിൽ രാഹുൽ ദ്രാവിഡിനും നിരാശയുടേതായിരുന്നു കളിക്കാരൻ എന്നത്. തൊട്ടു പിന്നാലെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തപ്പോഴും പലകുറി ഫൈനലിൽ ഇന്ത്യ തോറ്റുമുടങ്ങുന്ന കാഴ്ച കണ്ടു. അങ്ങനെ രോഹിത്, ദ്രാവിഡ്, വിരാട് കോഹ്ലി, ഒപ്പം തന്നെ ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ രവീന്ദ്ര ജഡേജ, ഇവർക്കെല്ലാവർക്കും ഒരു സ്വപ്ന സാഫല്യം എന്ന് തന്നെ കൂടി ഈ ഒരു മൊമെന്റിനെ വിശേഷിപ്പിക്കാം. ഈ താരങ്ങൾക്ക് അർഹിച്ച ഒരു ട്രിബ്യൂട്ട് കൊടുക്കാനും ഇന്ത്യൻ ക്രിക്കറ്റിനായി, ഇന്ത്യൻ താരങ്ങൾക്കായി അങ്ങനെ ടീം വാങ്കഡയിൽ എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് വിക്ടറി പരേഡിന് പരിസമാപ്തിയായിരിക്കുന്നു. ഇനി താരങ്ങൾ നേരെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിലേക്കാണ്. അവിടെ വെച്ചായിരിക്കും പാരിതോഷികം ടീമിന് സമ്മാനിക്കുക. വിജയകുമാർ.
ശരി അനിൽ, എന്തായാലും വളരെ സന്തോഷം നൽകുന്ന, അഭിമാനം നൽകുന്ന കാഴ്ചയാണ് മുംബൈയിൽ നിന്ന് വരുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ എന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം കിലോമീറ്ററുകൾ ദൂരം, നരിമാൻ പോയിന്റ് മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെ റോഡിന് ഇരുവശവും ആളുകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അവർക്കിടയിലൂടെയാണ് താരങ്ങൾ ലോകകപ്പുമായി ആ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇനി ചില ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. തീരാത്ത ദുരൂഹത. ആലപ്പുഴ മാന്നാർ കൊലപാതക കേസിൽ ഒന്നാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി പോലീസ്. ഇന്റർപോളിന്റെ നോഡൽ ഏജൻസിയായ CBIക്ക് കേസ് വിവരങ്ങൾ കൈമാറി. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു. കസ്റ്റഡിയിലുള്ള 3 പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും പോലീസ് ഇപ്പോഴും ആശയക്കുഴപ്പത്തിൽ തന്നെയാണ്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ മാന്നാർ പോലീസും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ചേർന്ന 21 അംഗ പ്രത്യേക സംഘത്തെയാണ് അന്വേഷണത്തിന് നിയോഗിച്ചത്. കലയുടെ ഭർത്താവും കേസിലെ ഒന്നാം പ്രതിയുമായ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കി. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു. കസ്റ്റഡിയിലുള്ള 3 പ്രതികളെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കൊലപാതകം എങ്ങനെ നടത്തിയെന്ന കാര്യത്തിൽ പ്രതികൾ നൽകുന്ന മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. കൊലപാതകത്തിനു ശേഷം മൃതദേഹം പുഴയിൽ ഉപേക്ഷിക്കാനാണ് ആദ്യം പദ്ധതിയിട്ടതെന്ന് ഒരാൾ മൊഴി നൽകി. സാഹചര്യം അനുകൂലമല്ലാതിരുന്നതിനാൽ തീരുമാനം മാറ്റി. അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലാണ് മൃതദേഹം മറവ് ചെയ്തതെന്ന് രണ്ടാം പ്രതി ജിനു ആണ് മൊഴി നൽകിയത്. എന്നാൽ മറ്റു പ്രതികൾ അറിയാതെ ഒന്നാം പ്രതി അനിൽകുമാർ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയോ എന്ന് പോലീസ് സംശയിക്കുന്നു. പ്രതികളുടെ വീടുകളുടെ പരിസരത്ത് പോലീസ് പരിശോധന നടത്തി. മൃതദേഹം എവിടെയാണെന്ന് അറിയാവുന്നയാൾ അനിൽകുമാർ മാത്രമാണ്. ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കള്ളക്കേസ് മെനയുകയാണെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ ആരോപിക്കുന്നത്. കസ്റ്റഡിയിലുള്ള പ്രതികളുടെ ജാമ്യ അപേക്ഷ 8-ാം തീയതി ചെങ്ങന്നൂർ കോടതി പരിഗണിക്കും. 24 ആലപ്പുഴ. രാജ്യത്തെ നടുക്കിയ ഹാത്രാസ് ദുരന്തത്തിൽ ചില നിർണായക നീക്കങ്ങൾ ഇന്ന് നടന്നിരുന്നു. വിവാദ ആൾദൈവം ഭോലെ ബാബയുടെ അനുയായികളടക്കം 6 പേർ അറസ്റ്റിലായി. ഭോലെ ബാബ എവിടെയെന്നതിൽ സൂചനകളൊന്നുമില്ല. ഇയാളുടെ ആശ്രമത്തിൽ പോലീസ് ഇന്ന് പരിശോധന നടത്തി. ദുരന്തത്തിൽ മരിച്ച 121 പേരെയും തിരിച്ചറിഞ്ഞെന്ന് സർക്കാർ അറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവരെ രാഹുൽ ഗാന്ധി ഉടൻ സന്ദർശിക്കും. ഹാത്രാസിൽ സത്സംഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരിച്ച കേസിൽ 3-ാം ദിവസമാണ് 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭോലെ ബാബയുടെ അനുയായികളായ സത്സംഗ സംഘാടകരാണ് അറസ്റ്റിലായവർ. ആൾദൈവത്തിന്റെ ആശ്രമത്തിൽ പരിശോധന നടത്തിയ പോലീസ് ഭോലെ ബാബയ്ക്കായി തെരച്ചിൽ ഊർജിതമാക്കി. അപകടത്തിന് പിന്നാലെ ഭോലെ ബാബയും അകമ്പടി വാഹനങ്ങളും സ്ഥലത്തുനിന്ന് പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഹാത്രസിലെ അപകട സ്ഥലവും ദുരന്തബാധിതരെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിക്കും. ഉത്തർപ്രദേശിലെ ആരോഗ്യരംഗം ശോച്യാവസ്ഥയിലാണെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് വിമർശിച്ചു. പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ ഭോലെ ബാബയുടെ പേര് പരാമർശിക്കാത്തതിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. അപകടത്തിൽ മരിച്ച മുഴുവൻ ആളുകളെയും തിരിച്ചറിഞ്ഞുവെന്ന് ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കി. ഭൂരിഭാഗം ആളുകളിലും നെഞ്ചിലേറ്റ ക്ഷതമാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 24 ഡൽഹി. ഇന്ന് ചർച്ചയായ മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കൂടോത്രപ്പേടിയിൽ കോൺഗ്രസ് നേതാക്കൾ KPCC അധ്യക്ഷന്റെ വീട്ടിൽ നിന്നു തന്നെ തെയ്യത്തിന്റെ രൂപവും തകിടുകളും കണ്ടെത്തി. കൂടോത്രക്കാര്യം സ്ഥിരീകരിച്ച് K സുധാകരൻ. പിന്നിൽ ഓഫീസിലുള്ള ആരെങ്കിലും ആണോ എന്ന ചോദ്യം തള്ളാതെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ ഒരു സാധനം മാത്രമല്ല, തുടർച്ചയായ ആരോഗ്യ പ്രശ്നങ്ങൾ. അങ്ങനെയെങ്കിൽ ഒന്ന് പ്രശ്നം വെച്ച് നോക്കാമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനെ ഉപദേശിച്ചത് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. ഉണ്ണിത്താൻ തന്നെയാണ് ജോത്സ്യനെ കണ്ണൂർ നടാലിൽ K സുധാകരന്റെ വീട്ടിലെത്തിച്ചതും. പ്രശ്നം കന്നിമൂലയിലെന്ന് ജോത്സ്യൻ. കുഴിച്ചു നോക്കിയപ്പോൾ ദാ കിടക്കുന്നു തെയ്യത്തിന്റെ മാതൃകയിലുള്ള രൂപവും തകിടുകളും. രാജ്മോഹൻ ഉണ്ണിത്താന്റെയും K സുധാകരന്റെയും സാന്നിധ്യത്തിൽ അവ പുറത്തെടുത്തു. ഒന്നൊന്നുമല്ല. K സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങൾ തുടർന്നതോടെ
രാജ്മോഹൻ ഉണ്ണിത്താൻ ജോത്സ്യനെ വീണ്ടും എത്തിച്ചു. ഇത്തവണ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് തകിടുകൾ കണ്ടെത്തിയത്. സംഗതി ഉള്ളതാണെന്ന് കെ സുധാകരൻ തന്നെ സ്ഥിരീകരിച്ചു. എനിക്കാ അതൊന്നും കഴിയില്ല ആർക്കും എന്ന് പറയുന്നുണ്ട്. ഇത് കണ്ടെടുത്തത് വീട്ടിൽ നിന്നാണ്. ഇപ്പോഴെങ്ങാനും കണ്ടെടുത്തതാണോ? ഇത് കുറെ മുമ്പേ. വിശ്വാസമായാലും അന്ധവിശ്വാസമായാലും കൂടോത്രം ചില്ലറ പൊല്ലാപ്പല്ല കോൺഗ്രസിലുണ്ടാക്കിയത്. കോൺഗ്രസ് നടപടിയെടുത്ത ബാലകൃഷ്ണൻ പെരിയയുടെ ദുർമന്ത്രവാദ ആരോപണത്തിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നത്. നേരത്തെ കണ്ണൂരിൽ തനിക്കെതിരെ മൃഗബലി നടന്നെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ആരോപിച്ചിരുന്നു. കൂടോത്ര രാഷ്ട്രീയത്തിന് പിന്നിൽ ആരെന്ന സംശയം ബാക്കി. 24 കണ്ണൂർ. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ആശുപത്രി ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ച് സമീപത്തെ സ്കൂൾ കുട്ടികൾക്ക് ശാരീരികാസ്വാസ്ഥ്യം. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ 38 വിദ്യാർത്ഥികളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി പിന്നീട് വിട്ടയച്ചു. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം. ആശുപത്രി മതിലിന് തൊട്ടപ്പുറം സ്ഥിതി ചെയ്യുന്ന ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത്. ജനറേറ്ററിന് സമീപമുള്ള 6, 11, 12 ക്ലാസുകളിലെ കുട്ടികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ 38 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. അവിടുത്തെ ജനറേറ്ററിൽ നിന്നുള്ള ഒരു പുകയാണ്. സാധാരണ എപ്പോഴും കറണ്ട് പോകുമ്പോഴൊക്കെ അവർ ജനറേറ്റർ ഇടുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ്. സോ അതിൽ നിന്നും പിന്നെ പുക വന്ന് അത് ക്ലാസ് റൂമിലേക്ക് വരിക ചെയ്ത് വന്നപ്പോൾ കുട്ടികൾക്കത് ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. വിവരമറിഞ്ഞ് രക്ഷിതാക്കളും സ്ഥലത്തെത്തി. ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായ ചില വിദ്യാർത്ഥികളെ കാഞ്ഞങ്ങാട് ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. 5 ഡോക്ടർമാരടങ്ങുന്ന സംഘമാണ് കുട്ടികളെ പരിശോധിച്ചത്. കാഞ്ഞങ്ങാട് സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് സംഭവസ്ഥലം സന്ദർശിച്ചു. അപകടനില തരണം ചെയ്ത 38 പേരും ആശുപത്രി വിട്ടു. സംഭവത്തിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം അന്വേഷണം ആരംഭിച്ചു. ഇന്നത്തെ വിഷയം ഇപ്പം കൃത്യമായിട്ട് ഇപ്പം പ്രിൻസിപ്പൽ സിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റലും ആർമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ നാളെ തന്നെ ഇതിൻ്റെ ടെക്നീഷ്യൻ വന്നിട്ട് എന്താണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് അത് കണ്ടുപിടിക്കാം, അല്ലെ നോക്കിയിട്ട് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സബ് കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. ജനറേറ്ററിന്റെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ജനറേറ്റർ വാടകയ്ക്കെടുത്ത് പ്രവർത്തിപ്പിക്കാനാണ് ആശുപത്രിയുടെ തീരുമാനം. കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. കൊല്ലം നിലമേലിൽ ഗർഭിണിയായ 23 വയസ്സുകാരി പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ചു. നിലമേൽ നെട്ടയം സൗമ്യഭവനിൽ വിഷ്ണുവിന്റെ ഭാര്യ സൗമ്യയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 1-ാം തീയതി പനിയും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശാനുസരണം RDOയുടെ സാന്നിധ്യത്തിൽ സൗമ്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഒരു നാടിനെ ഒന്നാകെ സങ്കടത്തിലാക്കിയിരിക്കുകയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച ഫറൂഖ് കോളേജ് ഇരുമുളിപ്പഴമ്പ് സ്വദേശി മൃദുലിന്റെ മരണം. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയായിരുന്നു മരണം. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 3ആയി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു മൃദുൽ. ഇന്നലെ രാത്രി 11:30യോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഫുട്ബോൾ ക്ലബ്ബിലുണ്ട്. ഇവിടെ കുട്ടികളായിട്ട് വളരെ സൗഹൃദം പങ്കിടുന്ന വ്യക്തിയാണ്. കൂടാതെ തന്നെ ഒരാഴ്ച മുമ്പ് ഒരു ഫുട്ബോൾ മാച്ചിൽ അവന് പ്രൈസ് നേടിയാണ്. അപ്പോൾ അത്രയും ലൈവായിട്ടുള്ള വ്യക്തിയാണ്. രാമനാട്ടുകര നഗരസഭാ പരിധിയിലെ അച്ചംകുളത്തിലാണ് മൃദുൽ കുളിച്ചത്. ഈ കുളത്തിലാണ് 12 വയസ്സുകാരൻ കുളിച്ചത്. ഈ മാസം 16, 17, 18 തീയതികളിൽ ഈ കുളത്തിൽ ഈ കുട്ടി കുളിച്ചിട്ടുണ്ട്. 16-ാം തീയതിയാണ് കൂടുതൽ സമയം ഈ കുളത്തിൽ ചെലവിട്ടത്. ഇവിടെ നിന്നാകാം വൈറസ് മൃദുലിന്റെ ശരീരത്തിലെത്തിയതെന്നാണ് നിഗമനം. രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ അച്ചംകുളത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. മിഥില ബാലൻ, 24 കോഴിക്കോട്. ഇനി പോകുന്നത് പ്രധാനപ്പെട്ട ചില നിയമസഭാ റിപ്പോർട്ടുകളിലേക്കാണ്. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ SFI KSU സംഘർഷം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. നെറികേടിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ച ഗുണ്ടാപ്പടയാണ് SFI എന്നും
ക്രിമിനലുകൾക്ക് അഴിഞ്ഞാടാൻ മുഖ്യമന്ത്രി രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. സംഘർഷത്തിൽ നടപടിയെടുക്കുമെന്നും SFIയെ മാത്രം താറടിക്കുന്നത് ശരിയല്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. കാര്യവട്ടം ക്യാമ്പസിൽ KSU ജോയിന്റ് സെക്രട്ടറി സാൻ ജോസിനെ SFI പ്രവർത്തകർ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കേരളത്തിലെ വിദ്യാർത്ഥികൾ ക്യാമ്പസുകൾ ഉപേക്ഷിച്ച് വിദേശ സർവകലാശാലകളിൽ പോകാൻ കാരണം SFI ആണെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ M. വിൻസെന്റ്. പുറത്തുള്ളയാൾ ക്യാമ്പസിൽ പ്രവേശിച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്നും സംഘർഷത്തിൽ ഒരു സംഘടനയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി. സർ, ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മാത്രം കണ്ടുകൊണ്ട് ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടനയെ താറടിക്കാനുള്ള തത്രപ്പാട് അത് പ്രശ്നങ്ങളെ ഒന്നുകൂടി വഷളാക്കാനാണ് ഇടയാക്കുക. ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ക്രിമിനലുകളെ ഇനിയും പ്രോത്സാഹിപ്പിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. ഇത് നിങ്ങളുടെ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻകുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ട് പോകുള്ളൂ, ഒരു സംശയവും വേണ്ട. പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിൽ പ്രതിഷേധവുമായി ഭരണപക്ഷവും സഭയുടെ നടുത്തളത്തിലിറങ്ങി. പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിനടുത്തെത്തി മുദ്രാവാക്യം വിളിച്ചതോടെ സഭാ നടപടികൾ സ്തംഭിച്ചു. 24 തിരുവനന്തപുരം. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തെ ചൊല്ലി നിയമസഭയിൽ കൊമ്പുകോർത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. നവകേരള യാത്ര നടത്തിയപ്പോൾ താൻ മഹാരാജാവാണെന്ന തോന്നൽ മുഖ്യമന്ത്രിക്കുണ്ടായെന്നും ജനങ്ങൾ അത് തിരുത്തിയെന്നും വി ഡി സതീശൻ പരിഹസിച്ചു. എന്നാൽ താൻ ജനങ്ങളുടെ ദാസനാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. വാക്പോരിനിടെ ചെയറിനെ സമ്മർദ്ദത്തിലാക്കുന്നത് ഭൂഷണമല്ലെന്ന് സ്പീക്കർ AN ഷംസീർ ഓർമ്മിപ്പിച്ചു. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ നടത്തിയ പ്രസംഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്. നവകേരള യാത്ര നടത്തിയപ്പോൾ താൻ മഹാരാജാവാണെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നി. അങ്ങനെയല്ലെന്ന് കേരളം ഓർമ്മപ്പെടുത്തിയെന്നും പ്രതിപക്ഷ നേതാവ്. അങ്ങ് നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞു. നവകേരള സദസ്സിൽ നിങ്ങൾക്ക് ആ നവകേരള സദസ്സ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത്. നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് തോന്നി. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇതിൽ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ മറുപടി. സർ, ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. നവകേരള യാത്രയിൽ DYFI നടത്തിയത് രക്ഷാപ്രവർത്തനമാണെന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചു. ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? ഞാൻ കാണാത്ത വസ്തുതയെക്കുറിച്ച് പിന്നെ ഞാൻ എങ്ങനെ പറയൂ? അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ കാണുന്നില്ലാലോ. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അത് അന്നും പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ ബഹളം നിയന്ത്രിക്കാൻ സ്പീക്കർ AN ഷംസീർ പാടുപെട്ടു. ചെയറിനെതിരെ ആക്ഷേപങ്ങൾ ചൊരിയുന്നത് ജനാധിപത്യ രീതിയല്ലെന്ന് AN ഷംസീർ. ചെയറിനെതിരെ നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ചേംബറിൽ വന്ന് പറയാം. അല്ലാതെ ചെയറിനെതിരെ ആക്ഷേപ സ്വരങ്ങൾ ചൊരിയുന്നത് ഒരു ജനാധിപത്യത്തിന്, ഒരു ഹെൽത്തി ഡെമോക്രസിക്ക് ചേർന്നല്ലെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സഭ പിരിഞ്ഞ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കറെ വിമർശിച്ചു. പ്രതിപക്ഷത്തെ മിണ്ടാൻ അനുവദിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും തടസ്സപ്പെടുത്തുമെന്ന് വി ഡി സതീശൻ. ഇതിനെതിരെ പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് ചെയറിനെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി AISF അതിനിടയിൽ രംഗത്തെത്തി. ക്യാമ്പസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രതികരണം പ്രതിഷേധാർഹമാണ്. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി തന്നെ പോകണം. മുഖ്യമന്ത്രി ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമാണോ എന്ന് വ്യക്തമാക്കണമെന്നും AISF വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, കടുത്ത പരാമർശങ്ങളാണല്ലോ AISF ഈ വാർത്താക്കുറിപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു AISFന്റെ നേതാവ് ആക്രമണത്തിനിരയായ SFIയുടെ ആക്രമണത്തിനിരയായ കാര്യം, ജനയുഗം അതിലെഴുതിയ ലേഖനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതിന് പിന്നാലെ ബിനോയ് വിശ്വത്തിൻ്റെ അതിരൂക്ഷമായ പ്രതികരണം വന്നു. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയെ തന്നെ കുറ്റപ്പെടുത്തി AISF ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. എന്താണ് അതിൽ പറയുന്നത് അജീഷ്?
വിജയകുമാർ, ഈ കാര്യവട്ടം ക്യാമ്പസിലെ SFI ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രി SFIയെ ന്യായീകരിച്ച് സംസാരിച്ചത്. ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI എന്നാണ് പറഞ്ഞത്. നിങ്ങൾ നടത്തിയ ആക്രമണങ്ങൾ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ടാണ് SFI വളർന്നു വന്നതെന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിനുള്ള മറുപടിയായി പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ASF സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ രാജ് മറുപടി നൽകിയിരിക്കുന്നത്. അതായത് നിരന്തരമായ സംഘർഷങ്ങളിൽ ഭാഗമാവുന്നവരെ തള്ളിപ്പറയുന്നില്ലെന്നും രക്തസാക്ഷികളുടെ എണ്ണം പറഞ്ഞ് ന്യായീകരിക്കുകയാണെന്നും രാഹുൽ രാജ് വിമർശിക്കുന്നു. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണമെന്നും ഇല്ലെങ്കിൽ കാര്യത്തിൽ വലിയ വില ഇടതുപക്ഷത്തിന് നൽകേണ്ടി വരുമെന്നും അദ്ദേഹം വിമർശിക്കുന്നു. ക്യാമ്പസുകളിലെ അക്രമ സംഭവങ്ങൾ അപമാനകരമാണെന്ന് വ്യക്തമാക്കി ആണ് അദ്ദേഹം വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് വിദ്യാർത്ഥി സംഘടനകൾക്ക് ആകെ അവമതിപ്പുണ്ടാക്കുന്നുവെന്നാണ് ഇന്ന് മുഖ്യമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ വിനോദ് വിശ്വം അടക്കം SFIക്കെതിരെ രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവിന് പുറമെയാണിത്. അങ്ങനെ മുഖ്യമന്ത്രി ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന് വ്യക്തമാക്കണമെന്നാണ് ASF ഈ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ കേരള സർവകലാശാല സെനറ്റിലേക്ക് 4 വിദ്യാർത്ഥി പ്രതിനിധികളെയും ഒരു ഹെഡ് മാസ്റ്റർ പ്രതിനിധിയെയും ഗവർണർ നോമിനേറ്റ് ചെയ്തു. തോന്നയ്ക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സുജിത് S ആണ് ഹെഡ് മാസ്റ്റർ പ്രതിനിധി. ഹൈക്കോടതി അയോഗ്യരാക്കിയവർക്ക് പകരമാണ് 4 വിദ്യാർത്ഥി പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്തത്. VA ഗിരീഷ് വിവരങ്ങൾ നൽകും. ഗിരീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, നേരത്തെ കേരള സർവകലാശാല സെനറ്റിലേക്ക് 4 വിദ്യാർത്ഥി പ്രതിനിധികളെ ഗവർണർ നോമിനേറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ നോമിനേഷനിൽ അപാകതയുണ്ട് എന്ന പരാതി മറ്റു വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ ഉന്നയിക്കുകയായിരുന്നു. തുടർന്നാണ് ഇതെല്ലാം പരിശോധിച്ച ശേഷം ഹൈക്കോടതി ഗവർണറുടെ ഈ നോമിനേഷനുകൾ റദ്ദാക്കിയത്. പകരം ഈ വിദ്യാർത്ഥി പ്രതിനിധികളെ സെനറ്റിലേക്ക് നിയമിക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4 വിദ്യാർത്ഥി പ്രതിനിധികളെയും കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം ഹെഡ്മാസ്റ്ററുടെ പ്രതിനിധിയായി തോന്നക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സുജിത്തിനെയും ഇപ്പോൾ ഗവർണർ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. വിജയകുമാർ, ഹൈക്കോടതി അയോഗ്യരാക്കിയവർക്ക് പകരമാണ് 4 വിദ്യാർത്ഥി പ്രതിനിധികളെ ഇപ്പോൾ ചാൻസലർ കൂടിയായ ഗവർണർ നോമിനേറ്റ് ചെയ്തത്. VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനെത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ പ്രതിഷേധം. ചർച്ച പ്രഹസനമെന്ന് കുറ്റപ്പെടുത്തിയ കോൺഗ്രസ് പ്രവർത്തകർ തീരദേശ റോഡ് ഉപരോധിച്ചു. മുതലപ്പുഴയിൽ 3 ദിവസമായി നിരാഹാര സമരം നടത്തുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. അവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുലിമുട്ടിന്റെ ഘടന മാറ്റുന്നതിൽ സംസ്ഥാന സർക്കാർ DPR സമർപ്പിച്ചാൽ തീരുമാനം എടുക്കുമെന്ന് കേന്ദ്രമന്ത്രി പിന്നീട് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചർച്ചയിൽ BJP പ്രവർത്തകരെ മാത്രം ക്ഷണിച്ചതിലാണ് കോൺഗ്രസ് ആദ്യം എതിർപ്പുയർത്തിയത്. പ്രതിഷേധം കടുത്തതോടെ കോൺഗ്രസ് പ്രതിനിധികളെ ചർച്ചയിൽ പങ്കെടുപ്പിച്ചു. മുതലപ്പുഴയിലെ പുലിമുട്ട് ഘടന മാറ്റാൻ സംസ്ഥാന സർക്കാർ DPR സമർപ്പിച്ചാൽ കേന്ദ്രം എത്രയും വേഗം അനുമതി നൽകുമെന്ന് യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ജനങ്ങളുമായിട്ടുള്ള ചർച്ച നടന്നു, ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ച നടന്നു. ഇനി ഫർദറായിട്ട് ഈ ഇവിടുന്ന് DPR കിട്ടുന്നതിൻ്റെ ഫൈനൽ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടക്കും. പുറത്തിറങ്ങിയ മന്ത്രിയെ തടയാൻ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ എത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് മന്ത്രിയുടെ വാഹനം കടത്തിവിട്ടു. പലതവണ ചർച്ചകൾ നടത്തിയിട്ടും മുതലപ്പുഴയിലെ അപകടങ്ങൾക്ക് കുറവുണ്ടായില്ല എന്ന് ചൂണ്ടിക്കാട്ടി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പിന്നാലെ അറസ്റ്റ്. വെറും ചർച്ച പ്രഹസനമാണ്. ജനങ്ങളെ പറ്റിക്കാനുള്ള പ്രഹസന ചർച്ചയാണിത്. തീരദേശത്തെ പാവപ്പെട്ടവരെ പറ്റിക്കുകയാണ് ഇവിടുത്തെ മന്ത്രി ചെയ്യുന്നത്. മുതലപ്പുഴയിലെ സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് 3 ദിവസമായി നിരാഹാരമിരുന്ന DCC ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ, BS അനൂപ്, മുനീർ പെരുമാതുറ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഈ മാസം 12 മുതൽ. വിദേശത്തു നിന്നുള്ള മദർഷിപ്പ് 12 ഉച്ചകഴിഞ്ഞ് തുറമുഖത്തെത്തും. ട്രയൽ റണ്ണിനുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തിയായെന്ന് തുറമുഖ അധികൃതർ അറിയിച്ചു. കപ്പലിന് വലിയ സ്വീകരണം നൽകാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ട്രയൽ റണ്ണിനായുള്ള തിരക്കിട്ട നീക്കത്തിലാണ് സംസ്ഥാന സർക്കാരും തുറമുഖ വകുപ്പും. അടുത്തയാഴ്ച തന്നെ ട്രയൽ ആരംഭിക്കാൻ കഴിയുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇതിനായി കൂറ്റൻ മദർഷിപ്പാണ് വിഴിഞ്ഞത്തെത്തുക. അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായെന്ന് മന്ത്രി. തുറമുഖത്തിൻ്റെ 92% നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജൂലൈ മാസം 2ാം വാരത്തിൽ ട്രയൽ റൺ നടക്കാൻ പോവുകയാണ്.
അത് കഴിഞ്ഞാൽ ഈ വർഷാവസാനത്തോടു കൂടി കമ്മീഷൻ ചെയ്യും. റോഡ് കണക്ടിവിറ്റി 1.7 കിലോമീറ്റേഴ്സ് ഹൈവേയുമായി ലിങ്ക് ചെയ്യുന്ന ബൈപ്പാസ് ഏതാനും മീറ്റർ കൂടിയേ തീരാനുള്ളൂ. ബാക്കി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. തുറമുഖം ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. റെയിൽവേ തുരങ്കപാതയ്ക്ക് സ്ഥലമേറ്റെടുപ്പ് ആരംഭിച്ചു. റിംഗ് റോഡ് നിർമ്മാണം 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.